കായംകുളം നഗരസഭയിൽ LDF ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ചെയർമാനെ മുൻനിർത്തി UDF ഭരണ നേതൃത്വം ആസൂത്രിതമായ നാടകം കളിക്കുകയായിരുന്നുവെന്ന് LDF പാർലമെന്ററി പാർട്ടി. BJP UDF ഡീലിൽ പ്രതിരോധത്തിലായ UDF നേതൃത്വം ഈ നാടകത്തിലൂടെ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ലക്ഷ്യം വെക്കുന്നതെന്നും LDF കൗൺസിലർമാർ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ CDS തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ BJP UDF ഡീലിൽ പ്രതിരോധത്തിലായ UDF നേതൃത്വം ഇതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ആസൂത്രിത നീക്കമാണ് കായംകുളം നഗരസഭാ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട് LDF ചെയർമാനെ മർദ്ദിച്ചു എന്ന രൂപത്തിലുള്ള നാടകമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാൻ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് ഞങ്ങൾ ഭരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ തീരുമാനം അത് ഞങ്ങൾ പറയേണ്ടപ്പോൾ പറയാമെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ രണ്ടാമത്തെ അജണ്ടയിലേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയായ നിലപാടല്ല, ജനാധിപത്യ രീതിയിൽ ഇവിടെ ഞങ്ങൾക്കൊക്കെ ചില അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഞങ്ങളുടെ സീറ്റിൽ നിന്ന് ഇറങ്ങുകയും അപ്പോൾ ചെയർമാൻ സഭ പിരിച്ചുവിട്ടിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ UDFൻ്റെ അംഗങ്ങൾ ഓടി വന്ന് ഞങ്ങളുടെ കൗൺസിലർമാരെയൊക്കെ പുറകിൽ നിന്ന് തെള്ളുകയും തെള്ളിയതിന് ശേഷം ചെയർമാൻ്റെ താഴോട്ട് ഷോൾഡറെ പിടിച്ച് താഴോട്ട് ഇരുത്തി ചെയർമാനെ അവരെല്ലാം കൂടെ കവർ ചെയ്ത് നിൽക്കുന്നു. ഞങ്ങൾ മാറി അങ്ങ് നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ വനിതാ അംഗങ്ങൾ ഡോറിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. വനിതാ അംഗങ്ങളുടെ ഡോറിൻ്റെ അവിടെ നിന്ന് അവരെല്ലാം കൂടെ തെള്ളി മാറ്റി ചെയർമാനെ എടുത്ത് അവർ താഴേക്ക് പോകുന്നതാണ് കണ്ടത്. അപ്പം ഞങ്ങൾ പിന്നീട് ഈ അംഗനവാടി സന്ദർശിക്കുന്നതിന് വേണ്ടി രണ്ടാം വാർഡിലേക്ക് പോവുകയും അതിനുശേഷം ഞങ്ങൾ തിരികെ വരുമ്പോഴാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് നാടകീയമായ രംഗങ്ങളാണ് അവിടെ പിന്നീട് അരങ്ങേറിയത്. അതിനുള്ള പ്രധാന കാരണം അവിടെ CDS തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുമായിട്ടുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിൽ UDF നേതൃത്വം പ്രതിരോധത്തിലാണ്. നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ചെയർമാനെ LDF അംഗങ്ങൾ മർദ്ദിച്ചു എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് ബോധപൂർവമാണ്. കൗൺസിൽ യോഗത്തിൻ്റെയും ഒന്നാമത്തെ അജണ്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനങ്ങളായിരുന്നു. ഇതിൽ രണ്ടാം വാർഡിലെ അംഗൻവാടി ഇപ്പോൾ നിലവിൽ 40-ാം വാർഡിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച വിഷയമുണ്ടായിരുന്നു. രണ്ടാം വാർഡിലേക്ക് തന്നെ മാറ്റുന്നതിന് രണ്ടാം വാർഡ് കൗൺസിലറുടെ അപേക്ഷ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്നത് പരിഗണിക്കാതെ വന്ന സാഹചര്യത്തിൽ അത് നഗരസഭാ ചെയർമാൻ വിശദീകരിക്കേണ്ട വിഷയമാണെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചെയർമാൻ ബോധപൂർവം ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിൽ വ്യക്തത വരുത്താതെ അടുത്ത അജണ്ടയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ നഗരസഭാ ചെയർമാൻ എല്ലാ അജണ്ടയും പാസ്സായെന്ന് പറഞ്ഞ് സഭ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതിനെതിരെയാണ് LDF പ്രതിഷേധിച്ചത്. UDFന്റെ അംഗങ്ങൾ തന്നെ ചെയർമാനെ തള്ളി താഴെയിടുകയും പിന്നീട് അവിടെ നിന്ന് എടുത്തോണ്ടു പോയ സാഹചര്യവുമാണ് ഉണ്ടായത്. കേന്ദ്രത്തിൽ BJPക്കെതിരെ മതേതര ശക്തികൾ ഒന്നിച്ച് സമരരംഗത്തുള്ളപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് BJP മാർച്ച് ചെയ്യുമ്പോൾ കായംകുളത്ത് BJPയെ തലോടുന്ന സമീപനമാണ് UDF നേതൃത്വം സ്വീകരിക്കുന്നതെന്നും LDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ S. കേശുനാഥിനെ കൂടാതെ കൗൺസിലർമാരായ മിനി സലീം, N. നസീർ, അബ്ദുൽ ജലീൽ, അബ്ദുൽ വാഹിദ്, അനീസ നൌഷാദ്, ഷാമില അനിമോൻ, സീത സജീവ്, കാർത്തികക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.